രാജ്യത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും പ്രധാനമന്ത്രി മറുപടി പറയണം എന്നത് തെറ്റായ ശീലമാണെന്ന് നരേന്ദ്രമോദി. ചർച്ചയുടെ അവസാനം എല്ലാ വിഷയത്തിലും പ്രധാനമന്ത്രി മറുപടി പറയണം എന്ന തെറ്റിദ്ധാരണ ചിലർക്കുണ്ടെന്നും മോഡി പറഞ്ഞു. ഭരണഘടനാ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന ചർച്ചകൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അതേസമയം അടിയന്തരാവസ്ഥ കാലത്ത് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ച കോൺഗ്രസിന് അസഹിഷ്ണുതയെക്കുറിച്ച് പറയാൻ അർഹതയില്ലെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്തെ മുൾമുനയിൽ നിർത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് ഇന്ന് പ്രസംഗങ്ങൾ നടത്തുന്നത്. നിരുത്തരവാദപരമായ പരാമർശങ്ങളെപ്പോലും ഇന്ന് അസഹിഷ്ണുതയെന്ന് വിശേഷിപ്പിക്കുകയാണ്. അസഹിഷ്ണുത എങ്ങനെ മറികടക്കാമെന്ന് കാട്ടിത്തന്നത് അംബേദ്കർ ആണെന്നും അദ്ദേഹം പറഞ്ഞു. ആമിർ ഖാൻ്റെ സിനിമകൾ ഹിന്ദുക്കൾ കാണരുതെന്ന് സാത്വിക് പ്രാച്ചിയും ഇന്ന് പറഞ്ഞു. ഈ ചർച്ചയിലേക്ക് ഇന്ന് അതിഥികളായി എത്തുന്നത് ഡോക്ടർ എ സമ്പത്ത് MP, ശ്രീ ഫക്രുദ്ദീൻ അലി, ടി സിദ്ദിഖ്, ശ്രീ JR പത്മകുമാർ, ശ്രീ MN കാരശ്ശേരി എന്നിവർ. ഡോക്ടർ സമ്പത്ത്, ഇന്നിപ്പോൾ പാർലമെന്റിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് അസഹിഷ്ണുതയെക്കുറിച്ച് പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിക്കും എന്നാണ്. ആ അർത്ഥത്തിൽ ഒരു മറുപടി കിട്ടിയോ? പ്രധാനമന്ത്രി ഈ മറുപടി പറയുന്നതിന് പകരം അദ്ദേഹം ഇപ്പോൾ പരിശീലിച്ചിട്ടുള്ളൊരു കാര്യം മൗനം ഭജിക്കുക എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹം ഞങ്ങൾ കളിയാക്കി ചോദിക്കാറുണ്ട്, ഈ ഡോക്ടർ മൻമോഹൻ സിംഗിന് പഠിക്കുകയാണോ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന്. ഇങ്ങനെ പാർലമെൻ്ററി ഇടനാഴികളിലെല്ലാം അത്തരത്തിലൊരു തമാശ ഉണ്ട്. ഇവിടെ രാജ്യത്ത് നടക്കുന്നതായ എല്ലാ കാര്യത്തിനും പ്രധാനമന്ത്രി മറുപടി പറഞ്ഞോണമെന്നൊന്നും ഞങ്ങളാരും പറഞ്ഞില്ല. അങ്ങനെ ആരും പറയില്ല. രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിനും ഒരു പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് ആരും പറയില്ല. പക്ഷേ വിഷയം അതല്ല. രാജ്യത്തിൻ്റെ ഭരണഘടനാ തത്വങ്ങൾ തന്നെ ലംഘിക്കപ്പെടുക, അത് ലംഘിക്കപ്പെടുക എന്ന് പറയുമ്പോഴും അതിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കുള്ള പ്രസ്താവനകൾ വരുമ്പോഴും എല്ലാം തന്നെ ഇതിൻ്റെ തലപ്പത്താരാ? അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ. അപ്പോൾ ദി ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായി അദ്ദേഹം ഇതിനെല്ലാം മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇന്ന് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട സഖ്യകക്ഷികളിൽപ്പെട്ട നേതാക്കന്മാരും അവർ നടത്തിയിട്ടുള്ള ഒട്ടനവധി പ്രസ്താവനകളും അവർ നടത്തിയിട്ടുള്ള പ്രകടനങ്ങളും അവർ നടത്തിയിട്ടുള്ള പ്രവൃത്തികളും ഇതൊക്കെ തന്നെ ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്നതല്ല. ഇതെല്ലാം രാജ്യത്ത് അസഹിഷ്ണുത വല്ലാതെ പടർത്തുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടിയന്തരാവസ്ഥ കാലത്ത് അസഹിഷ്ണുത, ഞാൻ അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായാണ് ഞാൻ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് തന്നെ. അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഒരുപക്ഷെ BJPയിൽ എൻ്റെ പ്രായത്തിലുള്ള BJP പ്രവർത്തകരായിട്ടുള്ള ചങ്ങാതിമാർക്ക് പോലും മനസ്സിലാകില്ല. അന്ന് ഇങ്ങനെ നടന്നതുകൊണ്ട് ഇന്ന് ഇങ്ങനെ നടന്നാൽ ആരും ചോദ്യം ചെയ്യേണ്ട എന്ന് പറയുന്നത് ഇത് പഴയ ചെന്നായിൻ്റെ ന്യായം പോലെയാണ്. നീ അല്ല എങ്കിൽ നിൻ്റെ അപ്പൻ പണ്ട് വെള്ളം കലക്കിയില്ലേ എന്ന് ചോദിച്ചതുപോലെയുള്ള വളരെ ഈ അപഹാസ്യമായ ചില ന്യായങ്ങളാണ്. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഇതൊരു ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാഷ്ട്രമാണ്. രണ്ട്, നമ്മുടെ ഭരണഘടന സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളത്, ഇത് 42ാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്നാണ് 2 വാക്കുകൾ കൂട്ടിച്ചേർത്തത് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിലെ തന്നെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ്. ഒരു പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇവിടെ എക്സിക്യൂട്ടീവ് പാർലമെൻറ്റിനോടാണ് ഉത്തരം പറയേണ്ടത്, അവിടെ ലെജിസ്ലേച്ചർ ജനങ്ങളോടാണ് ഉത്തരം പറയേണ്ടത്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നയങ്ങളോ അല്ലെങ്കിൽ ആ പാർട്ടിയെ പിന്നിൽ നിന്ന് നയിക്കുന്നവരുടേതായിട്ടുള്ള നയങ്ങളോ ഒക്കെ തന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക എന്നത് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നടക്കുന്നത് എന്താണ്? വേഷത്തിൻ്റെ കാര്യത്തിൽ, ഭാഷയുടെ കാര്യത്തിൽ, ഭക്ഷണക്രമത്തിൻ്റെ കാര്യത്തിൽ, ആരാധനാക്രമത്തിൻ്റെ കാര്യത്തിൽ, വിശ്വാസ പ്രമാണങ്ങളുടെ കാര്യത്തിൽ, ഇങ്ങനെ വിദ്യാഭ്യാസ രംഗം മുതൽ നമ്മുടെ അടുക്കള വരെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും ഇങ്ങനെ നുഴഞ്ഞു കയറുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഉണ്ടാവും. ഇതൊന്നും ചെറുതല്ല. പാർലമെൻറ്റിൽ പോലും ഇത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. പാർലമെൻറ്റിൽ MP-മാർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ന്യായമായും ബന്ധപ്പെട്ട മന്ത്രിമാരും അവർ മറുപടി പറയുന്നത് പോരാ എന്ന് തോന്നിയാൽ പ്രധാനമന്ത്രി തന്നെയും, ബിക്കോസ് ഹീ ഈസ് അഡ്രസ്സിങ് ദ ഹൗസ്, അങ്ങനെയാണ്. വെൻ ഹീ ഈസ് അഡ്രസ്സിങ് ദ ഹൗസ്, ഹീ ഈസ് അഡ്രസ്സിങ് ദ ഹോൾ നേഷൻ. അതാണ് അവിടുത്തെ ഒരു കോൺസെപ്റ്റ് എന്നുള്ളത്. അത് മറുപടി പറയാതെ പോകുന്നത് ഒട്ടും ശരിയല്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതിപക്ഷത്തും ഭരണകക്ഷിയിലും ഉള്ളവരെല്ലാം ഇന്ത്യയുടെ രാഷ്ട്രം എന്ന ആ സങ്കല്പത്തിൻ്റെ കാരണക്കാരായിട്ടുള്ള ദി ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന ഇപ്പോൾ ഡോക്ടർ BR അംബേദ്കർ മാത്രമല്ല, നിരവധി പേരുടെ വ്യക്തിത്വങ്ങളുടെ എല്ലാം പേരുകൾ അവിടെ പറയുകയുണ്ടായി. അന്ന് പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ കാലത്ത് പോലും എന്താണ്, മറ്റു മന്ത്രിമാർ അവർ മറുപടി പറഞ്ഞാൽ പോലും അദ്ദേഹം എണീറ്റ് നിന്ന് കൂടുതൽ
അദ്ദേഹം വ്യക്തത വരുത്തുമായിരുന്നു. ആ വ്യക്തത വരുത്തിയാണ് നാം പോകേണ്ടത്. അല്ലാതെ ഇതെല്ലാം ചില രഹസ്യങ്ങളുടെ മൂടുപടം, ആ മൂടുപടം അണിഞ്ഞുകൊണ്ടല്ല ജനാധിപത്യം പ്രക്രിയ മുന്നോട്ട് പോകേണ്ടത്. ശ്രീ JR പത്മകുമാർ, ഇതാണ് ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി ലോക്സഭയിൽ സംസാരിച്ചതിന് ശേഷവും പ്രതിപക്ഷത്തിന് പറയാനുള്ളത്. MP-മാരല്ലേ ചോദിക്കുന്നത്, ജനങ്ങളുടെ പ്രതിനിധികൾ ആയി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളല്ലേ ചോദിക്കുന്നത്, അവരുടെ നേതാവായി പാർലമെൻറ്റിൻ്റെ നാഥനായി നിൽക്കുന്ന പ്രധാനമന്ത്രിക്ക് അവരോട് സംസാരിക്കാൻ ബാധ്യതയില്ലേ? അതുപോലും മറന്നുകൊണ്ട് എല്ലാത്തിനും ഞാൻ മറുപടി പറയണമോ എന്ന ചോദ്യം ചോദിക്കുന്നത് പ്രതിപക്ഷത്തെ കൊണ്ട് ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് സൂചിപ്പിച്ച ഒരു തമാശ ലോക്സഭയിൽ ഇടനാഴികളിൽ കേൾക്കുന്നതിനിടയാക്കുന്നത് എന്തിനാണ്? ഡോക്ടർ മൻമോഹൻ സിംഗിന് പഠിക്കുകയാണോ നരേന്ദ്രമോദി എന്ന് കേൾപ്പിക്കുന്നത് എന്തിനാണ്? അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്ത അങ്ങനെ തന്നെ അവശേഷിക്കുകയുള്ളൂ. അതിന് മറുപടി പറയാൻ നമുക്ക് പറ്റില്ല. അവരങ്ങനെ ചിന്തിക്കും. യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നത്? പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിൽ പ്രധാനമന്ത്രി മറുപടി പറയേണ്ട കാര്യങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്, ഓരോ മന്ത്രാലയങ്ങളും അതിൻ്റെ ചുമതലപ്പെട്ട മന്ത്രിമാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പോൾ ആ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ നേരത്തെ ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ ഉന്നയിക്കുന്നതിന് പാർലമെൻറ്റിൽ പ്രസൻ്റായിട്ടുള്ള ആ മന്ത്രാലയത്തിൻ്റെ മന്ത്രി മറുപടി പറയുന്നല്ലോ. പിന്നെ അതിൽ തൃപ്തി വരുന്നില്ല, തൃപ്തി വരില്ല എന്ന് അവർക്ക് തോന്നിയാൽ ചോദിക്കുന്ന ആളിന് മാത്രമല്ലല്ലോ, പറഞ്ഞ ആളിനും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, ഈ ചോദ്യത്തിന് മറുപടിയാണ് എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ടല്ലോ. പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞാലേ തൃപ്തി വരൂ എന്ന് പറഞ്ഞാൽ ആ തൃപ്തി വരുത്താൻ ചിലപ്പോൾ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ പ്രധാനമന്ത്രി ഈ രാജ്യം നേരിടുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഗൗരവമായി ഇടപെടാനുള്ളത് ഒരു കൂട്ടുത്തരവാദിത്ത ഭരണമാണ്. പ്രധാനമന്ത്രി മാത്രമല്ല ഭരിക്കുന്നത്, മറ്റു മന്ത്രിമാർക്കും അതിൻ്റെ ചുമതലയുണ്ട്. ആ ചുമതല ഭംഗിയായി പാർലമെൻറ്റിൽ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്കൊന്നും അതിൻ്റെ അത്രമാത്രമേ അതിനുള്ള പ്രാധാന്യമുള്ളൂ. ശ്രീ ഫക്രുദ്ദീൻ അലി, ശ്രീ JR പത്മകുമാറിന് കൂടുതൽ വാക്കുകളൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല. അദ്ദേഹത്തിന് അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ തന്നെ വളരെ വേഗം സാധിക്കുന്നു. ഇതിൽ ബന്ധപ്പെട്ട മന്ത്രിമാർ പറയേണ്ടതേ ഉള്ളൂ. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുമായി ഇതിനെ നോക്കി ഇല്ലാതെയാക്കുന്നവർ ഉണ്ടാക്കുന്ന കഥകൾക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ല പ്രധാനമന്ത്രിക്ക് എന്ന കാഴ്ചപ്പാട്. അല്ല, BJP-കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഉൾപ്പെടെയല്ല, അവർ പറയുന്ന എല്ലാ വസ്തുതകൾ, യാഥാർത്ഥ്യങ്ങൾ, ബാക്കി എല്ലാവരും പറയുന്നത് കഥകളാണ്. കഥകൾ എല്ലാം സ്റ്റോറീസ് ആണല്ലോ ഈ ജേർണലിസത്തിൻ്റെ കാലഘട്ടത്തിൽ. അപ്പം ചേട്ടൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്, അപ്പം ചേട്ടൻ്റെ ഇഷ്ടം. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഇടപെടേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നു. ഇപ്പോൾ അമീർ ഖാൻ്റെ വിഷയത്തിലൊന്നും അല്ല സൽമാൻ ഖാൻ്റെ വിഷയത്തിലൊന്നും ഷാരൂഖ് ഖാൻ്റെ വിഷയത്തിലൊന്നും പ്രധാനമന്ത്രി ഇടപെടണം നമ്മൾ. അതിലേക്ക് ലിങ്ക് പോലുള്ള വിഷയങ്ങളിൽ അത് വളരെ വൈകിയാണ് അദ്ദേഹം പ്രതികരിച്ചത്, കൃത്യമായി പ്രതികരിക്കുന്നത്. അങ്ങനെയുള്ള പ്രതികരണം വന്നിട്ടില്ല. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രധാനമന്ത്രി എല്ലാ ഇടപെടേണ്ട വിഷയങ്ങൾ പാർലമെൻറ്റ് ഇടപെടുന്നത്. ഇപ്പം ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യം പറഞ്ഞു, ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞു. എന്ത് രാജീവ് ഗാന്ധി പോലും ഓരോ വിഷയത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി ഇടപെട്ടിരുന്നു. രാജീവ് ഗാന്ധി പോലും ഞാൻ പറയുന്നത് വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള പ്രധാനമന്ത്രിയായിരുന്നു രാജീവ്, അദ്ദേഹം പോലും ഇടപെട്ടു. എന്നാൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഇവരിടപെടുന്നെന്ന് ഇവർ മാത്രം പറയുന്ന ചില വിഷയങ്ങൾ മാത്രമാണ് അദ്ദേഹം സംസാരിച്ച് കണ്ടിട്ടുള്ളൂ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇദ്ദേഹം വലിയ മാസ് ലീഡറാണ്, ഭയങ്കരമായിട്ട് പ്രസംഗിക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ വാജ്പേയിനെ പോലെ നല്ലൊരു പ്രാസംഗികനും അതോടൊപ്പം തന്നെ നല്ല പാർലമെൻറ്ററിയനാണ് അദ്ദേഹം പറ്റുന്നില്ല, ഒരിക്കലും ആയിട്ടില്ല. ഗുജറാത്ത് തന്നെ അദ്ദേഹം നിയമസഭയിൽ മിണ്ടിയ സന്ദർഭങ്ങൾ വളരെ അപൂർവമാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് നിയമസഭ വിളിച്ചു, അദ്ദേഹം 10 വർഷം ചരിത്രം എടുത്ത് നോക്കിയാൽ ഏറ്റവും കുറച്ച് കൂടിയിട്ടുള്ള നരേന്ദ്രമോദിയുടെ അണ്ടറിലുള്ള ഗുജറാത്ത് നിയമസഭയാണ്. അത് അദ്ദേഹത്തിന് വീക്ക്നെസ് ആണ്. പക്ഷേ ഈ പാർലമെൻറ്റ് ജനാധിപത്യത്തിൽ അദ്ദേഹത്തെ വലിയ വിശ്വാസം ഉണ്ടാവില്ല. ഓക്കെ, അത് നമുക്ക് വിടാം. ഇവിടെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. സഹിഷ്ണുതയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ചർച്ച നിങ്ങൾ തുടങ്ങുന്നത്. ഇവിടെ പപ്പൻചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇന്നിപ്പോൾ കാരവാൻ്റെ ഏറ്റവും പുതിയ ഇഷ്യൂവിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. RSS നിന്ന് തന്നെ വന്നിട്ടുള്ള ചില ഫ്രിഞ്ച് എലമെൻറ്റ്സ്, ഇപ്പം ഹനുമാൻ സേന, ശ്രീകൃഷ്ണ സേന അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ പറയും RSS ആയിട്ട് ഇവർക്ക് ബന്ധമല്ല. ഒരു പരിധി വരെ ശരിയായിരിക്കും, കാരണം വെച്ചാൽ അതിന് മെമ്പർഷിപ്പ് ഒന്നുമില്ലല്ലോ. ഷാഗയിൽ വന്ന് കൂടി RSS നല്ല ആളുകളായി മോഡി ആയി കഴിഞ്ഞാൽ RSS നേതാക്കന്മാർ RSSകാരാണ്. ആ മോശം ഹനുമാൻ സേനനെ പോലെ ആയി കഴിഞ്ഞാൽ അവർ RSSകാരല്ല, അങ്ങനെ പറയാം. പക്ഷേ ഏതായാലും ഈ ഹിന്ദുത്വ എലമെൻസിലെ ഈ ഫ്രിഞ്ച് ഗ്രൂപ്പിനെ ഉണ്ടാക്കി വിടുന്നതിൻ്റെ ഉത്തരവാദിത്വം സംഘത്തിന് ഒളിച്ചോടാൻ പറ്റില്ല. ഇവരിപ്പം മുമ്പൊക്കെ സംഘത്തിന് ഇത്തരം ആളുകളെ മേലെ കൺട്രോൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ഇന്നിപ്പോൾ എന്ന് വെച്ചപ്പോൾ സംഘത്തിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നെങ്കിലും സംഘത്തിന് മാത്രമേ ഇവരെ അങ്ങനെ നിയന്ത്രിക്കാനും പറ്റുള്ളൂ. കാരണം സംഘത്തിന് അങ്ങനെ സ്വാധീനം, ഇവരൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഓരോ ഗ്രാമത്തിൽ നമ്മളെ കണ്ണൂരെ CPM പോലെയാണല്ലോ ഇന്ത്യയുടെ സംഘം. അവർക്കറിയാം ഓരോരോ ആളുകൾ ഏത് രീതിയിൽ പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സംഘം വളരെ കൃത്യമായി ഇടപെട്ട് ഈ ഫ്രിഞ്ച് എലമെൻറ്റിനെ ഇനിയെങ്കിലും നിയന്ത്രിച്ചില്ലെങ്കിൽ ഇന്ത്യ ഒരു IS ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെ ആകുന്ന അവസ്ഥാവിശേഷം നമ്മൾ കാണേണ്ടി വരും. RSSന് വരെ പിന്നെ കയ്യും കെട്ടി നോക്കിക്കേണ്ടി വരും. ഇവിടെ നമ്മൾ ഈ ഒരു വിഷയം വരുമ്പോൾ എന്തുകൊണ്ട് BJP ലിങ്ക് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ഇത്തരം എലമെൻസിൻ്റെ അതേ ടോണിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഗോരഖ്പൂരിലെ MP
അതുപോലെ തന്നെ ഈ പറഞ്ഞ സാദി പ്രാഞ്ചിയും ഒക്കെ സംസാരിക്കുന്നത്. ഈ സാദി പ്രാഞ്ചി ഈ ഗോരഖ്പൂരിലെ MP സാക്ഷി മഹാരാജ് BJP RSS ഒക്കെ ആയിട്ട് സാദി പ്രാഞ്ചി ആണെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ബാക്കിയെല്ലാം BJPയുടെ MPമാരാണ്, ബന്ധപ്പെട്ടതാണ്. ഇവരൊക്കെ അങ്ങനെ കൃത്യമായ വാണിംഗ് കൊടുത്ത് ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞാൽ പോരാ. സാദി പ്രാഞ്ചിനല്ല മറ്റേ സാക്ഷി മഹാരാജിനെ നമ്മുടെ പിന്നെ അമിത്ഷാ വിളിച്ചിട്ട് ശാസിച്ചു എന്നൊരു റിപ്പോർട്ട് വന്നു. പിറ്റേന്ന് അയാൾ വന്നു എന്നാലും ശാസിച്ചു എന്നില്ല, അതിന് ക്ലാരിഫിക്കേഷൻ ഒന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് RSS വാൺ ചെയ്ത് നിർത്തിയില്ല. RSSന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ വലിയ ഭീഷണിയാകാൻ പോവുകയാണ്. പപ്പൻചേട്ടൻ പോലുള്ളവർ മനസ്സിലാക്കണം. ഞാനത് ബയസ്ഡായി സംസാരിക്കല്ല. ശ്രീ JR പത്മകുമാർ, അതിന് ഒരു മറുപടി ആവശ്യമുണ്ട്. അതായത് ഇന്ന് മഹാരാഷ്ട്ര മുൻ IG SM മുഷറിഫ് പറഞ്ഞിരിക്കുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെന്ന് അറിഞ്ഞോന്ന് എനിക്കറിയില്ല. RSSനാണ് ഏറ്റവും കൂടുതൽ ഭീകരവാദ കേസുകൾ ഇന്ന് രാജ്യത്ത് അഭിമുഖീകരിക്കുന്ന സംഘടന. 13ഓളം കേസുകളാണുള്ളത്. RDX ഉപയോഗിച്ച കേസുകൾ, ഈ സംജോത എക്സ്പ്രസ്സിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടത്, അതുപോലെ മെക്ക മസ്ജിദിലെ സ്ഫോടനം, മാലേഗാവ് സ്ഫോടനം, ഇങ്ങനെയുള്ളതും കേസുകളുമായി ബന്ധപ്പെട്ട് 13ഓളം കേസുകളുള്ള ഭീകരവാദ കേസുകളുള്ള ഒരു സംഘടനയാണ് RSS എന്ന്, ഏറ്റവും കൂടുതൽ കേസുകളുള്ളതും RSSനാണ് എന്നാണ് ഈ IG മഹാരാഷ്ട്രയിലെ മുൻ IG പറയുന്നത്. ഇപ്പോൾ ഇവിടെ കൂട്ടിച്ചേർത്ത് വായിച്ച കാര്യങ്ങളൊക്കെയായി നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നതിനെ നിങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല, നിസ്സാരമായി കാണുന്നു, പ്രസ്താവനകളെപ്പോലും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മറുപടി വേണ്ടേ? അല്ല, അതിന് രണ്ടിനും മറുപടി ഒരാൾ സമയം തരണല്ലാൽ ആദ്യത്തെ കേസ് അതിനെ സംബന്ധിച്ച് UPA ഗവൺമെൻറ് കാലഘട്ടത്തിൽ ഹിന്ദു ഭീകരവാദം ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുള്ള കേസുകളാണ്. ഇതിനെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള കേസുകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഡേവിഡ് ഹെഡ്ലി അദ്ദേഹത്തിൻ്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം. അതേപോലെ പാകിസ്ഥാനിൽ അവിടെ പത്രസമ്മേളനം നടത്തിയിട്ടുള്ള നോക്കണം. ഈ രണ്ട് നറോഗി സഹോദരന്മാർ, രണ്ട് സൈഫുദ്ദീനും കമാലുദ്ദീൻ, അവരുടെ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നോക്കണം. UN-ന്റെ ഒരു റെസൊല്യൂഷൻ നോക്കണം. അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയിട്ടുള്ള അവരുടെ നോട്ട് നോക്കണം. ഈ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ ആരാണ് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് വളരെ വ്യക്തമാകും. UN റെസൊല്യൂഷൻ തെറ്റ്, ഞാൻ ഇപ്പോൾ എൻ്റെ പേര് നമ്പറില്ല, സമയം തന്നാൽ ഇനി അടുത്തൊരു ചർച്ചയിൽ നമ്പർ കൊടുത്തരാം. UN റെസൊല്യൂഷൻ, അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ, ഹെഡ്ലിയുടെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ഈ നാർക്കോ അനാലിസിസ് ടെസ്റ്റ്, അവിടുത്തെ മന്ത്രിയുടെ, പാകിസ്ഥാൻ മന്ത്രിയുടെ പത്രസമ്മേളനത്തിൻ്റെ നോട്ട്, ഇത്രയും വെച്ച് നോക്കുമ്പോൾ ഇത് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് വരട്ടെ. രണ്ട്, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഈ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ഇന്ത്യയിൽ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, മുസ്ലിം ലീഗാണ് ഇന്ത്യയിൽ ആദ്യം ഉണ്ടായത്. ഇന്ത്യ വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആ സംഘടനയാണ്. ഇന്ത്യയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആ സംഘടനകളാണ്, വർഗീയ ലഹളകൾ ഉണ്ടാക്കിയിട്ടുള്ള സംഘടനയാണ്. ആ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളെല്ലാം മുസ്ലിം ലീഗിന്റെ സൃഷ്ടിയാണ് എന്ന് പറയാൻ കഴിയുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ഉണ്ടായി. അതിനെ പിന്തുടർന്നാണ് ഇന്ത്യയിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ മാവോയിസ്റ്റുകൾ ഒരുപാട് ഹിസ്റ്ററികൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ഞാൻ ഒന്നും പറഞ്ഞോട്ടില്ല. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഏറ്റെടുക്കാൻ പറ്റുമോ? ഒരുപാട് ആശയങ്ങളുള്ള സംഘടന ഉണ്ടാവും. ഹിന്ദു എന്ന് പേരുള്ളത് കൊണ്ടെല്ലാം BJP RSS ആണെന്നുള്ള വരുത്തി തീർക്കേണ്ടത് ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ ലക്ഷ്യമാണ്. അതിന് ഞങ്ങൾക്ക് മറുപടി പറയാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുമായി ബന്ധമുള്ള ഞങ്ങളുടെ സംഘടനകൾക്ക് ഇത്തരം ഈ പ്രവർത്തനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെയും രാഷ്ട്രീയ സ്വയം. താങ്കൾക്ക് തന്നെ ഒരു അവസരം കൂടി തരികയാണ്. ഡോക്ടർ സമ്പത്ത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്, അടിയന്തരാവസ്ഥ ഉണ്ടായത് കൊണ്ട് അതിനെ ഇന്നിപ്പോൾ അസഹിഷ്ണുതയാകാം എന്ന രീതിയിൽ ന്യായീകരിച്ച് സംസാരിക്കുന്നത് ശരിയോ? അടിയന്തരാവസ്ഥ ഉണ്ടായത് തന്നെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ തിയറി അനുസരിച്ചാണെങ്കിൽ അതിന് അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? അടിയന്തരാവസ്ഥ പോലും ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളൊരു വകുപ്പ് അനുസരിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. ആ വകുപ്പ് അനുസരിച്ച് പ്രഖ്യാപിക്കുമ്പോൾ രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ തലയിൽ നിങ്ങൾ കെട്ടിവെക്കേണ്ടതുണ്ടോ എന്ന് കോൺഗ്രസ്സുകാർ ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ചോദിച്ച പോലെയാണ് കോൺഗ്രസ്സുകാർ ചോദിക്കുക. ഇങ്ങനെ അതാത് കാലഘട്ടത്തിൽ ഭരിക്കുന്ന ആളുകൾക്ക് നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ അർഹതയുണ്ട്. ആ മറുപടി പറയാതെ പ്രധാനമന്ത്രി ലോക്സഭയിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്തിന് എന്നതാണ് ചോദ്യം. അതല്ല, ഇത് അടിയന്തരാവസ്ഥയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ പാർലമെന്റിൽ നടന്നതായിരിക്കും. അതിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ മറുപടി പറഞ്ഞു. ഞാൻ പറയാനുള്ളത്, ഇന്ത്യയിൽ 2013 എത്ര കമ്മ്യൂണൽ വയലൻസാണ് ഉണ്ടായിട്ടുള്ളത്? 826 കമ്മ്യൂണൽ വയലൻസിൽ 133 മരണവും. ഇന്ത്യ 2015 എത്ര? ഏകദേശം 626, 86, 64 മരണം.
ഞാൻ ചോദിച്ചോട്ടെ. അപ്പോൾ ഇത് പെരുപ്പിച്ച് ഈ ഉണ്ടാകുന്ന സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിക്കുന്നത് ചിലർ താല്പര്യമാണ്. ഈ അസഹിഷ്ണുത ഉണ്ടായിട്ടുള്ള വേറെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ. ആയിക്കോട്ടെ, എന്ത് അസഹിഷ്ണുതയാണുള്ളത്? ഇപ്പോ നമ്മുടെ ഖാൻ പറഞ്ഞു, ഷാരൂഖ് ഖാൻ പറഞ്ഞു, അദ്ദേഹത്തിന് കഴിഞ്ഞ മെയ് മാസം 15-ാം തീയതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നോട്ടീസ് കൊടുത്തു, നിങ്ങൾ വരണം 2 നോട്ടീസ് കൊടുത്തു, വന്നില്ല, 3-ാം നോട്ടീസ് കൊടുത്തു. എന്നിട്ട് നവംബർ ആയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ അസഹിഷ്ണുത ഉണ്ട് പറയുന്നതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ഒരു ആലോചിക്കട്ടെ, ഇവിടെ അസഹിഷ്ണുത ഇന്ത്യയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തൂപ്പുകാരന്റെ സ്വീപ്പറിന്റെ ജോലി മുതൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ഒരു പ്രത്യേക സമുദായമായിട്ടില്ലേ? അസഹിഷ്ണുത ഉണ്ടെങ്കിൽ ആവുമോ? ആർക്കെങ്കിലും അസഹിഷ്ണുത ഉണ്ടെങ്കിലാവോ? 1.5 വർഷം കൊണ്ടല്ല. ഞാൻ അതല്ലേ പറഞ്ഞത്, 1.5 വർഷമല്ല. പിന്നെ ഈ സഹിഷ്ണുതയൊക്കെ പറയാനുള്ളത് ഞാൻ പച്ചയായിട്ട് തന്നെ പറയാം. ഹിന്ദു ഇന്ത്യയിൽ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ് ഈ മതേതരത്വവും ജനാധിപത്യവും സഹിഷ്ണുതയൊക്കെ നിലനിൽക്കുന്നത്. ഹിന്ദു ന്യൂനപക്ഷമായ ഏത് പ്രദേശം നിങ്ങൾ ഇന്ത്യ എടുത്തു നോക്കും. സാത്വിക് പ്രാച്ചി പ്രതിനിധാനം ചെയ്യുന്ന VHP അല്ല, നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന BJP അല്ല, ഹിന്ദുക്കൾ വേറെയും ഉണ്ട്. ഞാൻ അതല്ല പറഞ്ഞത്. ഡോക്ടർ സമ്പത്ത്, ഇതാണ് വിശദീകരണം. പത്മകുമാർ എൻ്റെ ചങ്ങാതിയാണ്. ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് അഭിഭാഷകരാണ്. ഞാൻ ഇപ്പോൾ സ്ഥിരമായി പോകുന്നില്ല, പത്മകുമാറിന് അതിന് സമയം കിട്ടില്ല. പത്മകുമാറിൻ്റെ വാദങ്ങളെല്ലാം അതൊരു അദ്ദേഹത്തിൻ്റെ ആ ഒരു പക്ഷം അത് നന്നായി പ്രകടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ആ വാഗ്ധോരണികളെല്ലാം അത് ഉന്നയിക്കട്ടെ. ഞാൻ പത്മകുമാറിനെ ആസ് ആൻ അഡ്വക്കേറ്റ് ആ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തോട് വാസ്തവത്തിൽ അതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. പൂർണ്ണമായി വിയോജിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അദ്ദേഹം ഉന്നയിച്ചതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം അത് ഒരു BJPയുടെ വക്താവ് എന്നുള്ള നിലയിൽ, BJPയുടെ നേതാവ് എന്നുള്ള നിലയിൽ ഒന്ന് ഞാൻ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഡോക്ടർ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ചായ കുടിച്ച് പിരിയുകയാണ് നരേന്ദ്രമോദിയുടെ വസതിയിൽ നിന്ന്. സഹിഷ്ണുതയായി മാറാൻ ആ ചായക്കാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അല്ല, നമ്മളിപ്പോൾ ചായ കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് ആ വിധത്തിൽ അതെല്ലാം ഒരു ഫ്രണ്ട്ലിയായ അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായി. ഇപ്പോൾ ഞാനും പത്മകുമാറും എല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണ്. ലാലിപ്പോൾ ഇവിടെ ചായ തന്നാൽ കൈരളി പീപ്പിളിൽ ഇത്തരത്തിലൊരു ചർച്ചയുടെ ഭാഗമായി ചായയും ബിസ്ക്കറ്റും തന്നാൽ ഞങ്ങൾ 3 പേരും ഞങ്ങളത് കഴിക്കുമെന്നുള്ള കാര്യത്തിലൊരു തർക്കവും ഇല്ല. കഴിച്ചുകൊണ്ട് തന്നെ എന്നെ ആക്രമിക്കുകയും ചെയ്യും. അല്ല, അങ്ങനെ ആക്രമണമല്ല. നമ്മളിത്തരത്തിൽ നമ്മളൊരു സംവാദമാണ്, നമ്മുടെ ഒരു ചർച്ചയാണല്ലോ. പാർലമെൻറ്റ് സമ്മേളന കാലത്ത് സാധാരണഗതിയിൽ നടക്കാറുള്ളൊരു കാര്യം, പാർലമെൻറ്റ് സമ്മേളന കാലയളവിൽ ഇങ്ങനെ പ്രധാനമന്ത്രിമാരും മന്ത്രിമാരും എല്ലാം തന്നെ മറ്റ് MP-മാർ ഉൾപ്പെടെ, പ്രതിപക്ഷ MP-മാർ ഉൾപ്പെടെയുള്ളവരെ എല്ലാവരും തന്നെ ഈദിൻ്റെ സമയമാകുമ്പോൾ, നോമ്പ് തുറയുടെ കാലമായി അപ്പോൾ അങ്ങനെ ക്ഷണിക്കാറുണ്ട്. ദീപാവലി സമയത്ത് ചായ സൽക്കാരത്തിനും ഹൈറ്റീക്കുമെല്ലാം ക്ഷണിക്കാറുണ്ട്. അവിടെ ഹോളി ആഘോഷത്തിൻ്റെ സമയത്ത് അങ്ങനെ പാർലമെൻറ്റ് സമ്മേളനം ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള പലപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരും ഇന്ത്യയുടെ രാഷ്ട്രപതി, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അവരെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് വാസ്തവത്തിൽ അത് കൂടുതൽ അറിയുന്നതിനും കൂടുതൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോഴും എന്തിനാ ഒരു സാധാരണ മലയാളത്തിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ടല്ലോ, എന്തിനാടാ ഈ മസിൽ പിടിച്ചിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഒരു മസിൽ പിടുത്തത്തിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് തുറന്ന കാര്യങ്ങൾ കുറേ കൂടി ചർച്ച ചെയ്യാൻ, ആ തുറന്ന ചർച്ച ചെയ്യുമ്പോഴും ഇവിടെ ചില കാര്യങ്ങളിൽ പരസ്പരം മനസ്സിലാക്കാനും കൂടുതൽ വിശദീകരിക്കാനും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ ചില കാര്യങ്ങൾ നയങ്ങളിലുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളൊന്ന് മാറ്റാൻ ഒരു ക്ലാരിറ്റി കുറച്ചുകൂടി വരാൻ ഒരു പേഴ്സണലായി അത്തരത്തിലുള്ളൊരു കാര്യം എന്നുള്ളത് നമ്മൾ ആ വിധത്തിൽ അത് മാത്രമേ അവിടെ കാണേണ്ടതായുള്ളൂ. അല്ലാതെ അത്തരത്തിൽ ബന്ധപ്പെടുന്നവർ അത്തരത്തിൽ ചായ കുടിക്കുന്നു, അത്തരത്തിൽ വന്നു, അതുകൊണ്ടൊന്നും പാർട്ടിയുടെ നയങ്ങളും സമീപനങ്ങളും മാറുന്നില്ല. ഞാൻ എൻ്റെ ചങ്ങാതി പത്മകുമാർ പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ ഇപ്പോഴും BJP നേതൃത്വവും അവർ വല്ലാതെ വെട്ടിലായിട്ടുള്ളൊരു കാര്യം, BJPയുടെ ബൗദ്ധിക നേതൃത്വം എന്നത് RSS ആണ്. ഈ RSS ആണോ മുമ്പേ ഉണ്ടായത്, അതല്ല ഇനി മുസ്ലിം ലീഗ് ആണോ മുസ്ലിം ലീഗ് ആണോ മുമ്പേ ഉണ്ടായത് എന്നുള്ള നിലയിലേക്ക്, അണ്ടിയാണോ മൂത്തത് മാങ്ങയാണോ മൂത്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തർക്കത്തിലേക്കൊന്നും നമ്മൾ പോകണ്ട. ഇത് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിട്ടുള്ളവർ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. രണ്ടാമത്തെ കാര്യം, RSS പോലുള്ള സംഘടനകൾ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ഒരു ബന്ധവും അവർക്കുണ്ടായിരുന്നില്ല. മൂന്നാമത്തെ കാര്യം, ഇവിടെ ഈ RSSുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ RSS പറയും ഞങ്ങളൊരു
സാംസ്കാരിക സംഘടനയാണ്. സാംസ്കാരിക സംഘടന കൊലപാതകങ്ങൾ നടത്തുന്നു, ആക്രമണങ്ങൾ നടത്തുന്നു, സ്ഫോടനങ്ങൾ നടത്തുന്നു, മറ്റു വിധത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അവർ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളിലടക്കം അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ആ വിദ്യാർത്ഥി സംഘടനയെ വാസ്തവത്തിൽ അവിടെ നേതൃത്വം നൽകുന്നത് വിദ്യാർത്ഥികൾ പോലുമല്ല. എൻ്റെ പ്രായത്തിലുള്ളവരാണ് വിദ്യാർത്ഥി സംഘടനയെ നേതൃത്വം നൽകുന്നത്, വിദ്യാർത്ഥികളല്ലാത്തവർ ഇരിക്കട്ടെ. അതിന് അവർക്ക് പല ന്യായങ്ങളും കാണുമായിരിക്കും. BJP ഇവർ ബൗദ്ധികമായ നേതൃത്വം നൽകുന്നത് മാത്രമല്ല, ഇതിന് കായികമായും രാഷ്ട്രീയമായും മറ്റു വിധത്തിലുള്ള എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ആ വിധത്തിൽ നൽകുന്നുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ത്യയിലെ വൻകിട വ്യവസായികളും വാണിജ്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളും എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. ഇന്ത്യക്ക് പുറത്തു നിന്ന് ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ടിങ്ങുകൾ വരുന്നതുൾപ്പെടെ RSSുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സ്ഥാപനങ്ങളിലേക്കാണ് വരുന്നത്. ഇവിടെ BJP പലപ്പോഴും ഞാൻ ഈ പറഞ്ഞത് BJP വല്ലാതെ പ്രതിരോധത്തിലേക്ക് എത്തപ്പെടുന്നത് എപ്പോഴും ഈ പറഞ്ഞ ചില ഫ്രിഞ്ച് എലിമെൻസ് എന്ന് നമ്മൾ പറയുന്നല്ലോ, ഇത്തരത്തിൽ പറയുന്ന ആളുകൾ രാഷ്ട്രീയമായി BJPയെ സഹായിക്കുക, തെരഞ്ഞെടുപ്പിൽ ഇവർ പ്രവർത്തിക്കുക, തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുക, അവർ തന്നെ ഇവർക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുക, അവർ തന്നെ ഇത് ഒരു സഖ്യ കക്ഷികളെ പോലെ തന്നെ ഈ കാര്യങ്ങളിലെല്ലാം ഇടപെടുക, തള്ളിപ്പറയാൻ കഴിയാത്ത നിലയിലേക്ക് എത്തുക. ഇവിടെ ഇതിൽ ഹിന്ദു എന്നുള്ളൊരു പേരിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഇന്ത്യൻ സന്ധിക്ക് ഇപ്പുറത്തുള്ള ആളുകളെയെല്ലാം ഹിന്ദു എന്നൊരു കാലത്ത് വിളിച്ചുവെങ്കിൽ, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇനിയൊരു മതം എന്നുള്ള നിലയിൽ തന്നെ പറഞ്ഞുവെങ്കിൽ, അതെല്ലാം ഈ പറയുമ്പോൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളെ എല്ലാം അങ്ങനെ ഞങ്ങളാണ് ഇവരുടെ കാര്യങ്ങൾ പറയാൻ എന്ന് ആരും ധരിച്ചു വശാകേണ്ടതില്ല. ഇവിടെ മതം എന്നുള്ളത് കൊണ്ട് വിവക്ഷിക്കുമ്പോൾ ഒരാൾ പറയുകയാണ് ഹിന്ദു മതം എന്നുള്ളത്, അവിടെ എഴുതുകയാണ് മതം എന്നുള്ളത് ഹിന്ദുവായി എന്നുള്ളത് കൊണ്ട് നിന്റെ കാര്യം പറയേണ്ടത് ഞങ്ങളാണ്, ഞങ്ങളല്ലാതെ മറ്റാരുമല്ല. അപ്പോൾ നിന്നെക്കുറിച്ചെല്ലാം ഞങ്ങൾ തീരുമാനിക്കും. ഇങ്ങനെ ഓരോ മതത്തിൻ്റെ പേരിൽ തുടങ്ങിയാൽ, അതിൽ ഹിന്ദു മതത്തെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞാൽ, ഞാനൊന്ന് ചോദിക്കട്ടെ, ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രം ഉണ്ടായിരുന്നത് തൊട്ടപ്പുറത്ത് നേപ്പാളിലാണ്. അവിടുത്തെ ജനതയിൽ 95% ഹിന്ദു മതാനുയായികൾ തന്നെയാണ്. ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല. അവർ തീരുമാനിച്ചത് ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിനാണ് തീരുമാനിച്ചത്. ആ കൊച്ചു രാഷ്ട്രത്തെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായ ഒരാൾ പ്രസിഡൻറ്റും ഒരാൾ പ്രധാനമന്ത്രിയും ആയി കഴിഞ്ഞപ്പോൾ ഈ ഗവൺമെൻറ് നടത്തുന്നതായിട്ടുള്ളൊരു വല്ലാത്ത ഒരു അസഹിഷ്ണുതയുണ്ട്. രാജ്യത്തിനകത്ത് മാത്രമല്ല, രാജ്യത്തിന് പുറത്തേക്കും ഈ അസഹിഷ്ണുത കാണിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യം സന്ദർശിച്ച രാഷ്ട്രവും അവിടുത്തെ ആ ക്ഷേത്രത്തിൽ പോയി നടത്തിയ പ്രഖ്യാപനവും ഇപ്പോൾ ആ രാജ്യത്തെ ശ്വാസം മുട്ടിക്കുന്നതും തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. തീർച്ചയായും ശ്രീ JR പത്മകുമാർ, താങ്കൾ ആവശ്യത്തിന് സമയമെടുത്ത് ഇതിനൊരു പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. എന്തിനെ സംബന്ധിച്ചാണ് ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം BJP, അതായത് നാട്ടിലെ ഹിന്ദുക്കളുടെ മുഴുവൻ സ്വരം BJP ഏറ്റെടുത്തുകൊണ്ട് ഇത്രയും അസഹിഷ്ണുതാ വാദങ്ങളെ ഒന്നും തടയാതെ ഇന്നലെയും നമ്മൾ ചർച്ച ചെയ്ത അസഹിഷ്ണുതയെക്കുറിച്ചാണ്. ആമിർ ഖാനെതിരെ ശിവസേന കൊണ്ടുവന്ന 1 ലക്ഷം രൂപ അടി കൊടുത്താൽ കൊടുക്കുമെന്ന് പറയുന്നൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതുപോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നിതാ സാത്വി പ്രാച്ചി വീണ്ടും പറഞ്ഞിരിക്കുന്നു. ഇതൊന്നും നിങ്ങൾക്ക് തടയാൻ പറ്റുന്നില്ലേ? അല്ല, ഈ അസഹിഷ്ണുത എന്ന് പറഞ്ഞിട്ട് ഇത് ചിലർക്ക് അസഹിഷ്ണുത ഉണ്ട്, ഇല്ലെന്ന് ഞങ്ങളാരും പറയുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ചിലർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ അസഹിഷ്ണുതയുണ്ട്. ചില NGOs വിദേശത്ത് നിന്ന് ധാരാളം പൈസ വാങ്ങിക്കൊണ്ട് മതപരിവർത്തനത്തിനും മറ്റും പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് അസഹിഷ്ണുതയുണ്ട്. ഇപ്പം അതിന് കണക്ക് പറയുന്നുണ്ട്. ഇടതുപക്ഷ ബുദ്ധിജീവികൾ കോൺഗ്രസിന്റെ ചെലവിൽ ചില സ്ഥാപനങ്ങളിൽ അട്ടിപ്പേർ കിടക്കാനുള്ള സ്ഥാപനങ്ങളായിട്ട് കുറേ കാലങ്ങൾ കിടന്ന ആനുകൂല്യം അവർക്ക് വിഷമമുണ്ട്. യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ അവർക്ക് അസഹിഷ്ണുണ്ട്. സോണിയാഗാന്ധിക്ക് അസഹിഷ്ണുതയുണ്ട് ഭയങ്കര. ഇത് ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് ആരും ഇല്ലാത്ത ആളുകളാണ് ഇപ്പോൾ പറയുന്നത്. നമുക്കറിയാമല്ലോ, ഈ ഭരണഘടന 70 അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ജനതാ ഗവൺമെന്റ് വന്നപ്പോൾ സ്വന്തം ഭർത്താവിനെ വിളിച്ചുകൊണ്ട് ഇറ്റാലിയൻ എംബസിയിൽ അഭയം പ്രാപിച്ച ആളാണ്. അത് കഴിഞ്ഞിട്ട് 83 ഇവിടുത്തെ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് എടുക്കാൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ അസഹിഷ്ണുത തോന്നും. ഈ അസഹിഷ്ണുതയൊക്കെ ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് അവരെ ബാല്യകാലത്തിൽ അനുഭവിച്ച പീഡനങ്ങളെ സംബന്ധിച്ച് ഒരു ഫേസ്ബുക്കിൽ എഴുതി. അവരെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു. എന്തെല്ലാം പ്രശ്നം, ഒരു ചർച്ചയില്ല. അതേസമയം ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ഏതോ ഒരു എഴുത്തുകാരി ആക്ടിവിസ്റ്റിന് വെളിയിൽ വിദേശത്തു നിന്ന് ഒരു ഭീഷണി വന്ന് പറഞ്ഞപ്പോൾ എല്ലാ ചാനലുകളും ചർച്ച ചെയ്തു. അപ്പൊ ഇത് അസഹിഷ്ണുത എന്ന് പറയുന്നത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ചില ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. അത് ഒരു പരിധി വരെ അവർക്ക് വിജയിക്കാൻ കഴിയും, പക്ഷെ സ്ഥായിയായി വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. പത്മകുമാർ, അമീർ ഖാനെ പോലെയുള്ള സെലിബ്രിറ്റി, ഷാറുഖ് ഖാനെ പോലുള്ള സെലിബ്രിറ്റി, ഇവരെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഈ പറയുന്ന അസഹിഷ്ണുത കൊണ്ടാണോ ഈ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ അവാർഡ് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ 51 വെട്ടി TP ചന്ദ്രശേഖരനെ കൊന്നു. ആരെങ്കിലും കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച അളവ് കൊടുത്തോ? ഒരു കൊലപാതകിയെ കേരളത്തിലെ ഒരു വലിയ T പത്മനാഭൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ
TP ചന്ദ്രശേഖരൻ കേരളത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിലെ സർക്കാർ അതിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നില്ല. ഞങ്ങൾ ആരെങ്കിലും പ്രോത്സാഹിപ്പിച്ചോ? നിങ്ങൾ ഏത് ഗവൺമെന്റ്? ഒരു കാര്യം പറയാ, അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു കലാകാരൻ, ഇവിടുത്തെ എഴുത്തുകാരൻ ടി പത്മനാഭൻ ഒരു കൊലയാളിക്ക് കെട്ടിവെക്കാൻ കാശ് കൊടുത്തു. ഒരാൾക്കും ചർച്ചയില്ല, അസഹിഷ്ണുതയില്ല, പുരോഗമനം. ഈ ടി പത്മനാഭൻ ആർക്കെങ്കിലും അവാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു കൊടുക്കും. അതല്ല ടി പത്മനാഭനല്ലേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ. ഈ ഏതെങ്കിലും കർണാടകയിൽ ഈ സംഭവം നടന്നു, ഏതെങ്കിലും ഒരാൾ ആരെങ്കിലും കണ്ടിട്ട് നടപടി എടുക്കണം, ഈ ഗവൺമെന്റ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞങ്ങൾ അപ്പോഴും പറയുന്നുണ്ട് മോഡിയാണ് ചെയ്യേണ്ടത്. ഓരോ സംസ്ഥാനത്തും അപ്പോഴും ചോദിക്കുന്നുണ്ട്. ഞാൻ ശ്രീ ജെ ആർ കുമാറാണോ അറിയില്ല, ഇവിടെ ഉണ്ടായിരുന്ന BJP നേതാവിനോട് ഞാൻ ചോദിച്ചതാണ്, എന്തുകൊണ്ട് അവിടുത്തെ ഗവർണർക്ക് ഒരു പരാതി ഈ BJP ഞങ്ങൾ പറഞ്ഞു അന്വേഷിക്കണം, നടപടി എടുക്കണമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ പീപ്പിൾ ഇമ്പാക്ട് നമുക്ക് കൊടുക്കാം. ഒരു സംശയം വേണ്ട, കൽബുർഗിയ പ്രതികളെ അറസ്റ്റ് ചെയ്യണം. BJPക്ക് എതിർപ്പില്ല, ചെയ്യേണ്ടതാര്? കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഞങ്ങളല്ലോ ചെയ്യേണ്ടത്. ക്രമസമാധാനം. പിന്നെ ഞങ്ങൾ കഴിയില്ല, CBI വേണമെന്ന് ഗവൺമെന്റ് പറയുക. ഞാൻ ഇടപെടുകയല്ല. ഇപ്പോൾ പത്മകുമാർ വളരെ ആവേശത്തിൽ ഇതെല്ലാം പറഞ്ഞത് അല്ല, ഞാനൊന്ന് തണുപ്പിക്കുകയാണെന്ന് തന്നെ വെച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെ എത്ര തവണ ഈ ഇൻടോളറൻസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പറയുകയുണ്ടായി. ഇതെന്താ സൂചിപ്പിക്കുന്നത്? രാഷ്ട്രപതിക്ക് ഇനിയിപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് രാഷ്ട്രീയം എന്നുള്ള നിലയിലേക്കൊന്നും നമ്മൾ പറയണ്ട. അവർ പണ്ട് എന്തായിരുന്നു, പൂർവാശ്രമത്തിൽ എന്തായിരുന്നു എന്ന് സന്യാസിയുടേത് നമ്മൾ ചോദിക്കുന്നത് പോലുള്ളൊരു കാര്യത്തിൻ്റെ ഇതല്ല. രാഷ്ട്രപതി ആ വിധത്തിൽ പറയേണ്ടി വന്നാൽ അതിൻ്റെ അർത്ഥം എന്നുള്ളത് ഇത് വല്ലാതെ നമ്മളെ ഗ്രസിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. അവിടെ നിന്ന് പിന്നെ ഇത് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ദി ഫാക്ട്സ് ഡു നോട്ട് സീസ് ടു എക്സിസ്റ്റ് ബിക്കോസ് ദേ ആർ ഇഗ്നോർഡ്. യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അവഗണിച്ചത് കൊണ്ട് അവ ഇല്ലാതാകുന്നില്ല. അപ്പോൾ ഇത് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ അംഗീകരിക്കണം. ഇതെന്തുകൊണ്ടുണ്ടാകുന്നു? ഇത് തടയേണ്ടതാരാണ്? ഇത് ചെറുക്കേണ്ടതാരാണ്? ഇത് പ്രതിരോധിക്കേണ്ടതാരാണ്? രണ്ടാമതൊരു കാര്യം, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ശ്രീ ടി പത്മനാഭനുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു. ഒരാൾ പ്രതിയാക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അയാൾ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞാൽ ഈ കുറ്റവാളിയാണോ ഇല്ലയോ എന്നുള്ളത് കോടതി വിചാരണ ചെയ്യേണ്ടതാണ്. ആ കോടതി വിചാരണ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അഭിഭാഷകരാണ് എങ്കിൽ ഒരാൾ പ്രതിക്ക് വേണ്ടിയും ഒരാൾ വാദിക്ക് വേണ്ടിയും, ഒരാൾ സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടറായും ഒരാൾ ക്രിമിനൽ കേസിൽ അങ്ങനെ പ്രതികളാക്കപ്പെട്ടിട്ടുള്ളവർ, ഞങ്ങൾ രണ്ടുപേരും ആ വിധത്തിൽ പണിയെടുത്തിട്ടുള്ളവരെന്നുള്ള നിലയിലാണ് പറയുന്നത്. നമ്മൾ ആ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥത അഭിഭാഷകർ എന്നുള്ള നിലയിൽ ചെയ്യുമ്പോഴും ഒരു കോടതി മുമ്പാകെയാണ് ഈ സത്യം മുഴുവനും തെളിയിക്കപ്പെടേണ്ടത്. കോടതിക്ക് തെളിവുകളാണ് പ്രധാനം. പക്ഷേ കുറ്റാരോപിതനായി എന്നുള്ളത് കൊണ്ടാണ് എങ്കിൽ നമ്മൾ മഹാത്മാഗാന്ധി മുതലുള്ള നിരവധി ആളുകളെ ഈ വിധത്തിൽ അവരെല്ലാവരെയും തന്നെ കുറ്റാരോപിതരായി എന്നുള്ളത് അവരെല്ലാവരും ഇതാണ് അസഹിഷ്ണുത. ഞാൻ പത്മകുമാർ പറഞ്ഞതിനോട് ഞാൻ ചോദിക്കാം, ഞാൻ ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ പോലും ഞാൻ ക്രിമിനൽ കേസിൽ പ്രതിയാണ്. ഞാൻ കോടതിയിൽ ജാമ്യം എടുക്കാൻ പോയത് മറ്റേ ഇവിടെ ഈ രാപ്പകൽ സമരത്തിന് സെക്രട്ടേറിയറ്റ് നടയിൽ അവിടെ ചെന്ന് കുത്തിയിരുന്നതിൻ്റെ പേരിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ കേസിൽ പ്രതിയാകുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം നിരവധി ആളുകൾ, വിരാജിച്ച ആളുകൾ വളരെ സൗകര്യപ്രദമായവർ വിലസുകയായിരുന്നു. തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ചുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിന് പത്മകുമാർ ഞാനും കേസിൽ പ്രതിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകൾ എല്ലാവരും ഏത് കേസാവട്ടെ അതിലേക്ക് പോകരുത്. പത്മകുമാറിന്റെ ഉദ്ദേശം നടക്കും. ഇത് നമ്മൾ അസഹിഷ്ണുത ചർച്ച ഈ പറഞ്ഞതിൽ ഇരട്ടത്താപ്പ് എന്ന് പറയാൻ കാരണം ഇപ്പോൾ കുറെ ഹിന്ദു സഭയും പേരിലുള്ള ആളുകളെ പേരിലുള്ള ആരോപണങ്ങളാണ്. ആരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവന്നിട്ടില്ല, ചാർജ് പോലും കൊടുത്തില്ല. ഈ കേസിൽ ചാർജ് ഉണ്ട്. രണ്ട്, ഈ അസഹിഷ്ണുതയെ കുറിച്ച് പറയുമ്പോൾ അമീർ ഖാന്റെ അസഹിഷ്ണുതയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഇതേ ദിവസമാണല്ലോ റഹ്മാൻ അസഹിഷ്ണുതയെ കുറിച്ച് പറഞ്ഞത്. ഞാനിങ്ങനെ ഒരു പ്രവാചകന്റെ പേരുള്ള ഒരു പാട്ടിന് നീളം നൽകിയതിന്റെ പേരിൽ എന്നെ കൊല്ലാൻ ഭീഷണിപ്പെടുത്തുന്നു. ഇതാരും ചർച്ച ചെയ്യുന്നില്ല. ഈ അഹിഷ്ണുതയാണ് പ്രസിഡന്റ് പറഞ്ഞത്. എന്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ കേസ് എടുക്കുന്നതിനെ കുറിച്ചാണല്ലോ ശ്രീ ജെ ആർ പത്മ പറഞ്ഞ. ഫക്രുദ്ദീനിലേക്ക് വരാം. അതിനു മുമ്പ് ഈ സാത്വി പ്രാച്ചി പറഞ്ഞതിനും ശിവസേന അടി കൊടുത്താൽ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞതിനും എത്ര കേസെടുത്തു? അല്ല, അത് എടുക്കട്ടെ. ഞങ്ങൾ തടയുന്നുണ്ടോ? തടയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേ കാര്യങ്ങൾ ഒരുപാട് ആളുകളിലൂടെ പറഞ്ഞിട്ടുള്ളൂ. 20 മിനിറ്റ് പോലീസ് ഒന്ന് മാറി എന്നാൽ ഞങ്ങൾ ഇവിടെ കുറെ ആളുകളെ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ വേറെ ഉണ്ടല്ലോ.
അല്ല, ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചല്ലേ പപ്പൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ബേസിക് പ്രോബ്ലം വെച്ചാൽ മിനിമം സമകാലിക ചരിത്രബോധം ഇല്ല എന്നുള്ളത്. ചരിത്രബോധം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുസ്തകം വായിക്കണമെന്നല്ല, ഒരു പത്രം വായിച്ച ചരിത്രബോധം ഉണ്ട്. നമുക്കറിയാം കണ്ണൂർ രാഷ്ട്രീയപരമായ CPM അതുപോലെ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകർ അവിടെ പോയി നിരാഹാരം എഴുന്നില്ല അസഹിഷ്ണുതയ്ക്കെതിരെ. അതുപോലെ തന്നെ പല സമയത്ത് CPM പല അവാർഡൊക്കെ കൊടുത്തതായിട്ട് ബന്ധപ്പെട്ട് എത്ര നമ്മുടെ ഇവിടെ സാഹിത്യകാരന്മാർ പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇവർ കണ്ടിട്ടില്ല. രണ്ട്, ഇദ്ദേഹം ഹിന്ദു ടെറർ എന്ന് പറഞ്ഞു. ഞാൻ ഉൾപ്പെടെയുള്ള ആരും ഹിന്ദു ഭീകരത എന്നുള്ള വാക്ക് ഇതുവരെ ഹിന്ദുത്വ ഭീകരത ഉപയോഗിച്ചു. ഞാൻ അറിയാതെ ഒരിക്കൽ ജയ്ഹിന്ദ് ചാനലിൽ ഹിന്ദു ഭീകരത എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റി. ഹിന്ദുത്വ ഭീകരതയാണ്. അതാണ് ഇവരുടെ ഒരു ഫ്രഞ്ച് ഗ്രൂപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ സമയത്ത് പപ്പൻ ചേട്ടൻ അതും കൂടി മനസ്സിലാക്കാൻ സഹിഷ്ണുതയില്ല. ഞാൻ RSS എന്നല്ല പറഞ്ഞു, RSSന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഫ്രഞ്ച് ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു പക്ഷേ ലൂസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള പിന്നെ അനുമാൻ സേനാനം പോലുള്ള സനാതൻ സംസ്ഥാനം പോലെയുള്ള സംഭവം. ഇതിനൊക്കെ ഇവർക്ക് നിയന്ത്രിക്കാനുള്ള ഇവർക്ക് തന്നെ ചീത്തപ്പേരുണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലും മനസ്സിലാക്കാനുള്ള സഹിഷ്ണുത ഇല്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഡിബേറ്റ് വൈമാറ്റുക. ഇറ്റ് ഇസ് നോട്ട് അൺബിക്കമിങ് ഫോർ പീപ്പിൾ ലൈക്ക് യു. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അസഹിഷ്ണുത എന്താണ്, സഹിഷ്ണുത എന്താണ്? ഈ കാര്യത്തിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു നിലപാടെടുത്ത് ഇതിനെ പ്രതിരോധിക്കാൻ BJP മുന്നോട്ട് കൊണ്ടുവരുന്ന ഈ അസഹിഷ്ണുത എന്ന് പറയുന്ന കാര്യത്തെ പ്രതിരോധിക്കാൻ BJP എടുക്കുന്ന നടപടികളോട് കോൺഗ്രസിന് ഒറ്റയ്ക്ക് പോരാടാൻ ആകുമോ? എന്തുകൊണ്ടാണ് കോൺഗ്രസ് മറുപടികൾ പറയാൻ വൈകുന്നത്, ശ്രീ T. സിദ്ദിഖ് എത്താൻ വൈകുന്നത് എന്നതും ചോദ്യമാണ്. ഇതിനിടയിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക തൃശൂർ അതിരൂപത മുഖപത്രം ഇന്ന് രംഗത്ത് എത്തി. തൃശ്ശൂരിൽ അരങ്ങേറിയത് കോൺഗ്രസ് വർഗീയ കൂട്ടുകെട്ടാണെന്ന് അതിരൂപതയുടെ മുഖപത്രമായ കത്തോലിക്ക സഭ അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷത്തോട് എല്ലാ കാലവും തൊട്ടുകൂടായ്മ ഇല്ലെന്നും പത്രത്തിലുണ്ട്. ഇപ്പോൾ ഈ കത്തോലിക്ക സഭയുടെ മുഖപത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ശ്രീ റെജി ലൂക്കോസ് നമ്മളോട് സംസാരിക്കും. ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായ റെജി ലൂക്കോസാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുള്ളത്. ശ്രീ റെജി ലൂക്കോസ്, ഇന്ന് ഈ കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിൽ വന്ന വാർത്തയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ട്, എത്രത്തോളം ശരിയുണ്ട് ഈ കാര്യത്തിൽ? അത്യധികം പ്രാധാന്യമുണ്ട്. എനിക്കൊരു തിരുത്തലുണ്ട് അങ്ങയോട്. ഞാൻ കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിന്റെ പ്രതിനിധിയല്ല, എങ്കിലും കത്തോലിക്ക സഭയുടെ അടുത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ പ്രതികരിക്കാം. കത്തോലിക്ക സഭയുടെ മുഖപത്രം, അതായത് തൃശ്ശൂർ രൂപത പ്രസിദ്ധീകരിക്കുന്ന ഒരു മന്ത്ലിയാണത്. അവരുടെ എല്ലാ കുടുംബങ്ങളിലും ഈ മന്ത്രി എത്തുന്നുണ്ട്. അതിൽ അവർ പ്രകടിപ്പിച്ചിരിക്കുന്ന വികാരവും അവരുടെ ആശയങ്ങളും 100% ഉറപ്പാണ്. പിന്നെ കത്തോലിക്ക സഭയെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ പൊതുവെ കേരളത്തിലുണ്ട്. കത്തോലിക്ക സഭ പതിവായിട്ട് സ്ഥിരമായിട്ട് കോൺഗ്രസിനെയും UDF-നെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത്. അത് മുൻകാലങ്ങളിൽ യാഥാർത്ഥ്യമായിരുന്നു. പക്ഷേ സമീപകാലങ്ങളിൽ ആ ചിന്തയിൽ നിന്ന് മാറി കത്തോലിക്ക സഭ യാഥാർത്ഥ്യത്തോട് അടുക്കുകയും കത്തോലിക്ക സഭ ഇടതുപക്ഷത്തിന് മാനസികമായിട്ട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ വന്നിട്ടുണ്ട്. തന്നെയുമല്ല, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കത്തോലിക്ക സഭ ഉൾപ്പെടുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കേരളത്തിൽ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നതോ ആയ വർഗീയ ശക്തികൾക്കെതിരെയുള്ള ഒരു പ്രതികരണം എന്ന രീതിയിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർ ഈ വർഗീയ വിഷമത്തുകൾക്ക് കേരളത്തിൽ വളർക്കൂറില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ആഹ്വാനത്തിന് മുന്നോടിയായി അവർ തങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തുകയും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറുകയും ചെയ്ത ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ആ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്തകളും അവർ പ്രകടിപ്പിച്ച വികാരങ്ങളും 100% ശരിയാണ്. ശ്രീ റെജി, ഒരു കാര്യം കൂടി, അതായത് ഇന്നിപ്പോൾ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന അസഹിഷ്ണുത വിവാദത്തിൽ കോൺഗ്രസിന് കാര്യമായ പ്രതിരോധം ഏർപ്പെടുത്താൻ കേരളത്തിലെങ്കിലും സാധിക്കുന്നില്ല എന്നൊരു വികാരം കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിന്റെ പ്രതിഫലനമാണല്ലോ ആ മുഖപത്രത്തിലൂടെ പ്രകടമായിരിക്കുന്നത്. കാരണം കേരളത്തിലെ കോൺഗ്രസ് സംവിധാനവും UDF സംവിധാനവും ഒരിക്കൽ കൂടി ഭരണ തുടർച്ച കിട്ടുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വർഗീയ ശക്തികളെ പിന്താങ്ങുന്ന ഒരു നിശബ്ദ സമീപനം കേരളത്തിലുണ്ട് എന്നത് കേരളത്തിലെ നിഷ്പക്ഷമതികളായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇതിനെതിരായിട്ട്. അത് കൃത്യമായ ഒരു വികാരമാണ്. അത് ഈ മുഖപത്രത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ദയവായി ലൈനിൽ തുടരുക. എനിക്ക് ചിലപ്പോൾ റെജി ലൂക്കസിലേക്ക് ഒന്നുകൂടി വരേണ്ടി വരും. BJP വക്താവ് ശ്രീ JR പത്മകുമാർ, ഇതാണ് ഇപ്പോൾ കോൺഗ്രസിനോട് BJP എതിർക്കുന്നതിൽ കോൺഗ്രസിനുള്ള ഒരു നയത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ അർത്ഥത്തിലേക്ക് രാഷ്ട്രീയം പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്, അതോ തിരിച്ചാണെന്നോ? അല്ല, ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച് ഞങ്ങൾക്ക് ആനുകൂല്യം തരില്ല, ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി പറയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. വെള്ളാപ്പള്ളി ഇതല്ലേ പറയുന്നത്, ഞങ്ങൾ ഈ രണ്ട് മുന്നണികളെ എതിർക്കുന്നു. ഇവർ പറയുന്നു ഞങ്ങൾ ഇത്രയും കാലം വരെ UDF-നെ എതിർത്തോണ്ട് ഇപ്പം LDF-ന്റെ ഇടയിൽ പോകാൻ പോകുന്നു. അല്ല, നിങ്ങളുടെ വെള്ളാപ്പള്ളി ഒരു സൈഡിൽ നിന്നുകൊണ്ട് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നു, ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ്. മറുവശത്ത് നിന്ന് ഇന്ന് പറയുന്നത് കേട്ടത് കേരള കോൺഗ്രസ് കൂടി വന്നോളൂ ഞങ്ങളുടെ കൂടെ. ഞാൻ അങ്ങനെയല്ല, അത് ഇരുന്നോട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യം
ഞാൻ പ്രദാനം ചെയ്യുന്ന സമുദായം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന സമുദായവുമായി ബന്ധപ്പെട്ട സംഘടനകൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇവർ പറയുന്നു ഞങ്ങൾ മതത്തിൻ്റെ ഈ ന്യൂനപക്ഷ അല്ലെങ്കിൽ രൂപത എന്ന് പറയുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു സംഘടിത രൂപം, അതിൽ തീവ്രവാദമുണ്ടോ അല്ലെങ്കിൽ അവരുടെ ന്യായമായ ആവശ്യം. മറ്റാളും അത് തന്നെയല്ലേ പറയുന്നത്. ഇല്ല, ഇപ്പൊ ഇവരെ കത്തോലിക്ക സഭയുടെ ഭാഷയിൽ കണ്ടത് അവർക്ക് എന്തെങ്കിലും കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കിട്ടുന്നതോ കൊണ്ടുള്ള പ്രശ്നമല്ല. ഇവിടെ രാജ്യത്തുള്ള അസഹിഷ്ണുത വിവാദത്തിൽ കോൺഗ്രസിന് പോരാടാൻ പറ്റുന്നില്ല, അതിന് ഇടതുപക്ഷത്തോടുകൂടി അടുക്കാം എന്നുള്ള അവരുടെ ഒരു ആശ്വാസം. അസഹിഷ്ണുത തോന്നുന്നത് എന്തുകൊണ്ട് ഇവർക്ക് അസഹിഷ്ണുത തോന്നുന്നുണ്ട് അവരുടെ ഇപ്പം ഇതിന്റെ ഒരു കാര്യം ഈ വെള്ളാപ്പള്ളിയുടെ കാര്യം. വെള്ളാപ്പള്ളി മുമ്പ് UDF സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, LDF സപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അന്നും നമ്മൾ പറഞ്ഞില്ലേ വെള്ളാപ്പള്ളി ഗുരുവിനെ മുൻനിർത്തിക്കൊണ്ട് ഗുരു എന്തിനൊക്കെ എതിരായിട്ടാണ്. ഗുരു ഹിന്ദുയിസത്തിനെതിരല്ല, ഇനിയിപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട. ഗുരു ഹിന്ദുത്വം പോലെയുള്ള ആളുകളെ പരസ്പരം അടുപ്പിക്കുന്ന ഐഡിയോളജിക്ക് ഗുരു എക്കാലത്ത് എതിരാണ്, ജാതിയുടെ മറ്റും പേരിൽ. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമായിട്ട് SNDP യോഗത്തെ വെള്ളാപ്പള്ളി കൂട്ടിക്കെട്ടുന്നതിനാണ് നമ്മൾ എതിർക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കത്തോലിക്ക സഭയുടെ ഈ കാര്യം പറഞ്ഞല്ലോ, കത്തോലിക്ക സഭ ഇപ്പോൾ എടുക്കുന്ന നിലപാട് വെച്ചാൽ ഇന്ത്യയെ വീങ്ങാൻ പോകുന്ന ഈ ഒരു ഹിന്ദുത്വ ഭീകരതയ്ക്കെതിരെ ഉള്ള ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം. ഞാൻ ഒറ്റ കാര്യം കൂടി നിങ്ങൾ പറഞ്ഞു അല്ലേ, ഒറ്റ കാര്യം കൂടി അതാ ഞാൻ പറഞ്ഞു. ഇവർക്കൊന്നും കേൾക്കാനുള്ള ശ്രമ പോലില്ല. ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവരിപ്പം വെള്ളാപ്പള്ളി മാണീനെ പിടിക്കാനുള്ള പരിപാടിയുണ്ട്, അത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് OV വിജയന്റെ അരിമ്പാക എന്നുള്ള കഥ പോലെയാണ്. അരിമ്പാകയിൽ ഒരു മനുഷ്യന്റെ അരിമ്പാക ഉണ്ടായാൽ നല്ല മനുഷ്യന്റെ എല്ലാ ഗുണങ്ങളും ഇല്ലാതാക്കി അരിമ്പാക വളർന്നു വരുന്നു. അതുപോലെയുള്ള ഈ ക്രിസ്ത്യാനിറ്റിയുടെ എല്ലാ നല്ല കാര്യങ്ങളും ഊറ്റിയെടുത്ത് ഒരു അരിമ്പാകായി വളർന്ന വെള്ളാപ്പള്ളി അതാ ശരീരത്തിൽ നിന്ന് ഇവരെന്നെ വെട്ടിമാറ്റി. സഭ ഇപ്പം മാണിയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഈ മാണി സഭയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് വെറും ഒരു മാണീനെയാണ് ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതും വിചാരിച്ചുകൊണ്ട് നിൽക്കുക, നടക്കുകയല്ല. അതുകൊണ്ട് ആ സഭ കൃത്യമായി ഇടപെട്ടിരിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോ JR പത്മകുമാർ ചോദിച്ച ഒരു കാര്യമുണ്ട്. എന്താണ് ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള അസഹിഷ്ണുത? കത്തോലിക്ക സഭയ്ക്ക് ഇത്തരത്തിൽ പ്രതികരിക്കാൻ അസഹിഷ്ണുതയായി തോന്നിയ കാര്യങ്ങൾ എന്താണ്? ഈ ഭൂരിപക്ഷ സമുദായങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് കിട്ടണം എന്നാവശ്യപ്പെട്ടതിലുള്ള അസഹിഷ്ണുതയാണോ? ബഹുമാനപ്പെട്ട പത്മകുമാർ അസഹിഷ്ണുതയെ കുറിച്ച് പറഞ്ഞത് കത്തോലിക്ക സഭയെ കുറിച്ചോ അല്ലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കുറിച്ചോ പറഞ്ഞത് ശരിയല്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കത്തോലിക്ക സഭ ഒരിക്കലും അസഹിഷ്ണുതരായിട്ടില്ല. അവരുടെ ഉത്കണ്ഠ എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വർഗീയപരമായിട്ടുള്ള ചേരിതിരിവ്, ജനങ്ങളെ തമ്മിലടിപ്പിക്കാനായിട്ടുള്ള ചില ശക്തികളുടെ ദുഷ്പ്രചരണങ്ങൾ, ഇതിനെതിരെ ഉള്ള ഒരു വികാരമല്ലാതെ കണ്ട് അസഹിഷ്ണുതരായിട്ടില്ല ഇന്നുവരെ കത്തോലിക്ക സഭയോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോ കേരളത്തിൽ. അതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ തൃശ്ശൂർ രൂപതയുടെ മുഖപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അത് ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കേരളത്തിന്റെ മതസൗഹാർദ്ദം ഉടയുന്നതിലോ തകരുന്നതിനുള്ള ഉത്കണ്ഠ മാത്രമാണ്. അതിന് കോൺഗ്രസ് പ്രസ്ഥാനം കേരളത്തിലെ മതസൗഹാർദ്ദം സംരക്ഷിക്കുന്നതിന് യാതൊരു നടപടികളും സ്വീകരിക്കാതെ കണ്ട് വെള്ളാപ്പള്ളി നടേശനെ പോലെയോ അല്ല മറ്റു ശക്തികൾ കേരളത്തിലെ മതങ്ങളുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് നടത്തുന്ന പ്രവർത്തനങ്ങളെ ഒരു നോക്കുകുത്തിയായി അല്ലെങ്കിൽ അവരൊരു കാഴ്ചക്കാരെ മാറുന്നതിനുള്ള ഉത്കണ്ഠയാണ് ആ പത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. തന്നെയുമല്ല, കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിലൂടെ ഒരു കാര്യം വായിച്ചെടുക്കാൻ പറ്റും. കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ശത്രുതയില്ലെന്നും അവർ മതസൗഹാർദ്ദത്തിന് വേണ്ടി കേരളത്തിൽ ഒരു മതിൽ തീർക്കുന്നവരാണെന്നുള്ളവരും കൃത്യമായിട്ടും ഈ സമൂഹത്തിൽപ്പെട്ടവർ വിശ്വസിക്കുന്നുള്ളത് യാഥാർത്ഥ്യം. റെജി ലൂക്കോസ്, ഒരു സംശയം വരുന്നത് ഈ BJP സർക്കാരൊക്കെ അധികാരത്തിലെത്തിയപ്പോൾ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അധികാരത്തിലേറുന്ന സമയത്ത് ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ ഈ ആശങ്കകൾ പറഞ്ഞത് കേൾക്കാതെ കത്തോലിക്ക സഭയുടെ പരമാധികാര സ്ഥാനത്തുള്ളവരൊക്കെ ആദ്യം ഞങ്ങളുണ്ട് അനുമോദിക്കാൻ, ഞങ്ങൾക്കും ചിലത് കിട്ടുന്നെങ്കിൽ BJP സർക്കാരിൽ നിന്ന് കിട്ടിക്കോട്ടെ എന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ? അവർക്ക് അന്ന് അങ്ങനെ പെരുമാറിയതിൻ്റെ ഒരു പ്രായശ്ചിത്തം കൂടിയാണോ ഇപ്പോൾ ഈ രീതിയിൽ മുഖപത്രത്തിലൂടെയൊക്കെ പ്രതികരിക്കുന്നത്? ഞാനത് നിഷേധിക്കുന്നു. കാരണം കത്തോലിക്ക സഭ ഇതുവരെ ഒരു പ്രത്യേക രാഷ്ട്രീയ വീക്ഷണത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ പേരിയോ നരേന്ദ്രമോദിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രത്തലവന്റെ ഭാഗത്തു നിന്നുള്ള നല്ല പ്രവർത്തികളെ സപ്പോർട്ട് ചെയ്യുക, അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രത്തിന്റെ വളർച്ചയെ മുൻപിൽ കണ്ടിട്ടുള്ള ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ കണ്ട് ഒരു കാരണവശാലും ഒരു പരസ്യമായ സപ്പോർട്ട് കത്തോലിക്ക സഭയുടെ ഭാഗത്തുനിന്ന് യാതൊരു കാരണവശാലും ഉണ്ടായിട്ടില്ല. അതൊരു വസ്തുത മാത്രമാണ്. ഡോക്ടർ സമ്പത്ത്, ഈ ഇടതുപക്ഷത്തോടുള്ള ഈ ഒരു അടുപ്പം നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിലുള്ള വിശ്വാസം കൊണ്ടോ നിങ്ങളുടെ ഈ അടുത്ത കാലത്തുള്ള ശക്തമായ വർഗീയ വിരുദ്ധ പ്രചരണത്തിനുള്ള ഒരു മറുപടിയായോ അതിന് കിട്ടിയ ഒരു അംഗീകാരമായോ ഒക്കെ കാണേണ്ടതാണോ? അല്ല, ഞങ്ങളോട് പലപ്പോഴും ഈ പല സാമുദായിക നേതാക്കന്മാരും മതമേലധ്യക്ഷന്മാരും ഒക്കെ തന്നെ ഞങ്ങളുടെ രാഷ്ട്രീയത്തോട് അതിനോട് പ്രതിപത്തി കാണിച്ചിട്ടുള്ളവരുണ്ട്. അതിനോട് ഞങ്ങളുടെ രാഷ്ട്രീയത്തോട് ഞങ്ങളുടെ നയങ്ങളോട് അതിനോട് എതിർപ്പുള്ളപ്പോൾ തന്നെ ഞങ്ങളുടെ നേതാക്കളോട് വ്യക്തിപരമായ അടുപ്പം കാട്ടിയിട്ടുള്ളവരുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുന്നത് വർഗീയമായല്ല, അത് ജാതീയമായും അത് മതപരമായും തിരിച്ചുകൊണ്ടല്ല, വർഗപരമായാണ്.
വർഗപരമായ രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ മാത്രമേ പ്രവർത്തിക്കാനായി കഴിയുള്ളൂ. അല്ല എങ്കിൽ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വർഗപരമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യലും ഒപ്പം അത് കൈകാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ വർഗപരമായ ഐക്യത്തിനെ തകർക്കാൻ വേണ്ടിയാണ് മറ്റു പല ശക്തികളും വർഗീയതയെ ദുരുപയോഗപ്പെടുത്തുന്നത് എന്ന് കണ്ടുകൊണ്ട് വർഗീയതയെ ചെറുക്കാനായി അതിന് ഏറ്റവും കനത്ത ത്യാഗമടക്കം സഹിക്കേണ്ടി വരുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവിടെ മതനിരപേക്ഷത എന്നുള്ളത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് തന്നെ ഉടലെടുത്തൊരാശയമാണ്. അത് ഭരണഘടന എഴുതി ചേർത്തത് കൊണ്ട് വന്നതൊന്നും അല്ല ലാലേ. ഈ ഭരണഘടന വരുന്നതിന് മുമ്പും ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതിനുവേണ്ടി നിന്നത് നമ്മൾ ഈ എല്ലാവരുടെയും നല്ല ആശയങ്ങളെ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഒരു സമൂഹമാണ് ഈ നാട്ടിൽ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നത്. ഇവിടെ മതത്തിൻ്റെ പേരിൽ ആരും അങ്ങനെ സ്പർദ്ധ പരത്തുന്നതിനോടോ അല്ലെങ്കിൽ അങ്ങനെ അക്രമം അഴിച്ചുവിടുന്നതിനോടോ മതമോ അല്ലെങ്കിൽ സാമുദായികമായ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ അധികാരം നേടുന്നതിനോടോ പൊതുവിൽ ഒരു സമൂഹവും അത് അംഗീകരിക്കുന്നില്ല. ഒരു ഉദാഹരണം, 31% വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്ര പ്രചണ്ഡമായിട്ടുള്ള എല്ലാ പ്രചരണവും നടത്തിയിട്ടും BJPക്ക് ലഭിച്ചത്. ഇന്ത്യയിൽ 31% ഉള്ളൂ ഹിന്ദു എന്ന മതത്തിൽ വിവിധ ജാതികളിൽപ്പെട്ടതായി വിവക്ഷിക്കുന്നവർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രാഷ്ട്രീയത്തെ ഇപ്പോൾ ബീഹാറിലെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് നടന്നു. ബീഹാറിലെ അങ്ങനെയാണ് എങ്കിൽ ഈ നിങ്ങൾ OBC എന്നോ BC എന്നോ അല്ല ഇനി മുന്നോക്ക ജാതി ഏത് ജാതിയിലെ പെടട്ടെ, കാരണം ഹിന്ദു മതത്തിൽ പെട്ടുപോയാൽ പിന്നെ ജാതി എന്നുള്ളത് അവിടെ ഈ എന്താ പറയുക വിരാട പുരുഷൻ്റെ ഏതെങ്കിലും ബാഹുക്കളിൽ വന്നു പെട്ടല്ലേ പറ്റുള്ളൂ എന്നുള്ള നിലയിലേക്ക് അതിൻ്റെ ഞാൻ ആ ഒരു തർക്കത്തിലേക്ക് പോവുകയല്ല. പക്ഷേ വാസ്തവത്തിൽ ഹിന്ദുമതം എന്നുള്ളത് കൊണ്ട് വിവക്ഷിക്കുന്നവർ അവരുടെ രേഖകളിൽ അങ്ങനെ രേഖപ്പെടുത്തുന്ന ആളുകൾ അവർ BJP ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ ആ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതിന് എതിരായ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. മതങ്ങളിൽപ്പെട്ടിരുന്നാലും അത് ക്രിസ്തു മതമായാലും ഇസ്ലാം മതമായിരുന്നാലും അതിൽ പണിയെടുക്കുന്നവരും അതിൽ കഷ്ടപ്പെടുന്നവരുമായിട്ടുള്ളവർ അവർ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ആ വോട്ടവകാശമുള്ള ജനങ്ങളല്ല. അതിന് മുകളിലുള്ള ആളുകൾ വളരെ തലപ്പത്തുള്ള ആളുകളല്ല. അല്ല, ഇതിന്റെ ഇപ്പം ക്രിസ്ത്യൻ സഭയ്ക്ക് വന്ന ഈ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ 3-4 കാര്യങ്ങളായി പരിഗണിക്കേണ്ടതായിട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇസ്ലാം കമ്മ്യൂണിറ്റി ന്യൂ ജനറേഷൻ വന്നു കഴിഞ്ഞു. അവർ ഈ കക്ഷി രാഷ്ട്രീയത്തിൽ ജാതി മതത്തിനൊക്കെ അതീതമായി ചിന്തിച്ചുകൊണ്ട് ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സെൻട്രൽ ലെഫ്റ്റ് പൊളിറ്റിക്സിന്റെ വക്താക്കളായി വരുന്നുണ്ട്. അവർ ഈ മത സ്ഥാപനങ്ങൾ അവർ കൃത്യമായ സമ്മതം ചെലുത്തുന്നുണ്ട്. സഭയുടെ ഭാഗത്തിന്റെ തീരുമാനം അതിന്റെ ഭാഗം. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇടതുപക്ഷമായിട്ട് സഹകരിച്ചു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ. അതൊരു ഇൻഡിക്കേറ്ററാണ്. മറ്റു പല സ്ഥലങ്ങളിൽ LDF കോട്ടയം അത്ര സീരിയസ് ആയ ഇലക്ഷൻ എടുത്തില്ല. അതിന്റെ പ്രശ്നമാണ് കിട്ടാതെ പോയത്. എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പതുക്കെ പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായ ഒരു പ്രശ്നം മാണി ഇത് മൊത്തം ഹൈജാക്ക് വെച്ചിരിക്കുകയായിരുന്നു. കുറച്ച് കാലമൊക്കെ സഭ മാണിയെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ കുറച്ച് കാലമായിട്ട് സഭ വളരെ കൃത്യമായി ഡിറ്റാച്ച് ആണ്. മാണി സഭയെ വിൽക്കുക എന്ന് അവർക്ക് മനസ്സിലായി ഡിറ്റാച്ച്ഡ് ആണ്. മാത്രമല്ല ഇന്ത്യയിൽ കേരളത്തിലിപ്പം ഈ പറയുന്ന സെക്കുലറിസത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇടതുപക്ഷത്തിന് പറ്റും സഭ കൃത്യമായി മനസ്സിലായി. ഇത് ചില മുസ്ലിം സംഘടനകൾ മനസ്സിലാക്കി വന്നിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ നമ്മളെ കണ്ടു. ഇപ്പം ഇതിന് ഇൻഡിക്കേറ്റർ കൃത്യമായി പറഞ്ഞത് ഇപ്പം മോൺസിന്റെ കടത്തുരുത്തി പഞ്ചായത്തിൽ ഇത്തവണ അധികാരത്തിൽ വന്ന LDF സഭയുടെ സപ്പോർട്ട് ഇല്ലാതെ എങ്ങനെ പറ്റുക? അത് വെച്ചാൽ നമ്മൾ ഇടതുപക്ഷം കമ്മ്യൂണൽ ആയതുകൊണ്ടല്ല, പക്ഷേ സഭ യാഥാർത്ഥ്യമായി കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. നമുക്ക് അത് അവസാനിപ്പിക്കും മുമ്പ് എൻ്റെ ചോദ്യം ഇതാണ് ശ്രീ JR പത്മകുമാർ. അതിന് മറുപടി പറയുമ്പോൾ ഈ കാര്യം വിട്ടുപോകരുത്. നമുക്ക് അവസാന സമയം കൂടിയാണ്. നിങ്ങൾ ശരിക്കും എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? അസഹിഷ്ണുത കൊണ്ടുപോരുന്ന വോട്ടുകൾ കുറച്ച് പോരട്ടെ, അതേസമയം വെള്ളാപ്പള്ളി പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ടെങ്കിൽ അതിൽ തന്നെ ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഹിന്ദുവിൻ്റെ ഒരു കൃത്യമായ നിർവചനത്തിൽ ഈ വർണ്ണ ആശ്രമത്തിൽ നിൽക്കുന്ന മുകളിലുള്ള ആളുകൾക്ക് താഴെയുള്ള ആളുകളെ നിങ്ങൾ ഉൾപ്പെടുത്തി രണ്ടും കൂടെ കൂട്ടിയോജിപ്പിച്ച് വെള്ളാപ്പള്ളി കൊണ്ടുവരാൻ പോകുന്ന വോട്ടുകൾ കുറച്ചുണ്ടെങ്കിൽ അതും കിട്ടട്ടെ. ഇതുകൂടാതെ കെ മാണിയെ കൂട്ടുപിടിച്ചാൽ കിട്ടുന്ന കുറച്ച് ക്രിസ്ത്യാനി വോട്ടുകളും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. നിങ്ങൾ എന്താണ് ശരിക്കും ഇന്ന് ഇന്ത്യയിൽ നിങ്ങൾ അവർണരെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും താഴെയുള്ള ആളുകൾ അവർ ഏറ്റവും കൂടുതൽ MP-മാർ MLA-മാർ മന്ത്രിമാരുള്ളത് ഞങ്ങളുടെ പാർട്ടിയിൽ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 10 സീറ്റാണ് SC/STക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. അതിൽ 7 ഞങ്ങളാണ് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആ സമുദായത്തെ തള്ളി പറയുന്നില്ല. പിന്നെ 31% കൊണ്ട് ഇന്ത്യ ഭരിക്കാൻ പോകുന്നു. ഇപ്പോൾ ബീഹാറിൽ വലിയ മതേതരത്വത്തിൻ്റെ ഷോപ്പീസ് ഭരിക്കുന്ന അവർക്ക് 2 പേർക്ക് കൂടെ കിട്ടിയത്ര. അല്ല, അതല്ല ഡോക്ടർ സമ്പത്ത് പറഞ്ഞത്. 38% ഉള്ളൂ. പിന്നെ വേറെ കാര്യം, ഈ വർഗീയമായി ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല, എല്ലാം മറ്റേ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി അംഗം അബ്ദുൽ സലീമാണെന്നോ മുഹമ്മദ് സലീമാണ് ഒരു അടങ്ങുന്ന 15-അംഗ കമ്മിറ്റി ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയിട്ടൊരു എന്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ടൊരു കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതില് ഒന്നും ഒന്നും വേണ്ട, അതിൽ ഏതെങ്കിലും ഒരെണ്ണം
ഈ മതേതരത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അങ്ങനെ പ്രത്യേക ഉണ്ടോ, ഡോക്ടർ ഒന്ന് ഞാൻ രണ്ടാമത് പറഞ്ഞോട്ടെ. കേരളത്തിൽ പാലോളി മുഹമ്മദ് കുട്ടി അദ്ദേഹം പറഞ്ഞത് എന്താ? മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസ പിന്നോക്കം നിൽക്കുന്ന പത്തനംതിട്ട, ആലപ്പുഴ, അങ്ങനെ കുറെ ന്യൂനപക്ഷങ്ങൾ, പത്തനംതിട്ട, അതിൽ ഇങ്ങനെ തുടങ്ങിയ കുറെ സ്ഥലങ്ങൾ പറഞ്ഞിട്ട് അവിടെ മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ കോളേജ് വേണം, ഗവൺമെന്റിന് പൊതുമേഖല വേണമെന്നില്ല, ഇസ്ലാമിക ബാങ്ക്, കോർപ്പറേറ്റീവ് സൊസൈറ്റി വേണമെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇസ്ലാമിക ബാങ്ക് വെള്ളാപ്പള്ളിയും ചോദിച്ചു അല്ല പറയുന്നത്. അല്ല, ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വർഗീയമായി ചിന്തിച്ചിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഈ മതത്തിന്റെ പേര് ഒരാൾ അന്ത്യകൂദാശ കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ പേരിൽ നികൃഷ്ട ജീവി മത്തായി ചാക്കോയ്ക്ക് മരിക്കുന്ന സമയത്ത് ഒരു അച്ഛൻ ഞാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ അവരിപ്പോ തിരിച്ചെഴുതിയിരിക്കുന്നു. അത് പറയും കാരണമുണ്ട്. ഇവിടെ അല്ല, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അതാണല്ലോ അല്ലല്ല, ഈ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഒന്ന് പറയാനായി സമ്മതിച്ചാലല്ലേ പറ്റുള്ളൂ. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സൗ പാലോളിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അപ്പോൾ അതൊരു ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പി ബിയിൽ സഹ മുഹമ്മദ് സലീം എൻ്റെ മുഹമ്മദ് സലീം സഹ മുഹമ്മദ് സലീം പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ഡോക്ടർ സമ്പത്ത് പറയും എന്റെ ലോക്സഭാ അംഗമാണെന്ന് ഒന്ന് പറയാൻ സമ്മതിക്ക്. അതും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാല് എന്റെ ലോക്സഭാ അംഗമായിട്ടുള്ള എനിക്ക് മുമ്പിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേരിൽ അലോട്ട് ചെയ്തിട്ടുള്ള ബംഗ്ലാവിലാണ് ഞാൻ താമസിക്കുന്നത്. എന്റെ പേരിൽ അലോട്ട് ചെയ്ത രാജേന്ദ്ര പ്രസാദ് റോഡിലെ 12 നമ്പർ വസതിയും ആ കെട്ടിടത്തിന്റെ സമുച്ചയവും അവിടുത്തെ ഭൂമിയുമാണ് CPM ബാബാ സാഹേബ് അംബേദ്കറിന്റെ പേരിലുള്ള മെമ്മോറിയൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റിന് വിട്ടുകൊടുത്തത് തന്നെ, പകരം വേറൊരു ബംഗ്ലാവ് തരുന്നതിന്. ഇതെല്ലാം ഒന്ന് പറയാൻ എന്നെ സമ്മതിക്കണ്ടേ? എന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ല എന്ന് പത്മകുമാർ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ പത്മകുമാർ ഇത്രേ ആലോചിക്കേണ്ടിയുള്ളൂ. ഇവിടെ ഇവർ തന്നെ അവസാനിപ്പിക്കണം. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയല്ലോ VP സിംഗിന്റെ ഗവൺമെന്റ് കാലത്ത്. ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ആ ഗവൺമെന്റ് ഒരു കനത്ത വില കൊടുക്കേണ്ടി വന്നു. സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് വാസ്തവത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റുകളായാലും അതിൽ നടപ്പാക്കേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കാൻ ബാധ്യസ്ഥമായ തീരുമാനങ്ങൾ എടുത്തു നടപ്പാക്കുന്നതിന് റിപ്പോർട്ട് കൊണ്ടുവന്നു. ഇവിടെ CPIMന്റെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം ഇത്തരം ഒരു കാര്യത്തിന് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയ കാര്യം ഒരു പ്രീണനവുമല്ല. ഇവിടെ ആരെയും പ്രീണിപ്പിക്കുന്നതായിട്ടുള്ള കാര്യമല്ല. അതാത് വിഭാഗങ്ങളിൽ, പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഭരണഘടനാദത്തമായി അവർക്ക് നൽകേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ആ അവകാശങ്ങൾ അവർക്ക് അംഗീകരിച്ചുകൊണ്ട് അവരുടെ സാമൂഹ്യമായിട്ടുള്ള അവരുടെ സോഷ്യൽ സ്റ്റാറ്റസും എക്കണോമിക് സ്റ്റാറ്റസും സംബന്ധിച്ചുള്ള കാര്യം ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റാറ്റസ് അവരുടെ ഇടപെടുകയാണ്. മുമ്പ് കേട്ടത് പ്രീണനത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ കേൾക്കുന്നത് അസഹിഷ്ണുതയുടേതാണ്. അതിന് മറുപടി പ്രധാനമന്ത്രി പറഞ്ഞോ എന്നതായിരുന്നു ഇന്നത്തെ അന്വേഷണം. അതിന് ഉത്തരം നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം ഈ ചർച്ചയുടെയും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ A. സമ്പത്ത്, ശ്രീ JR പത്മകുമാർ, ശ്രീ ഫക്രുദ്ദീൻ അലി, ഒപ്പം റെജി ലൂക്കോസ്.